നമസ്കാരം. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ നിന്നും കേരള പോലീസിന്റെ ക്ഷണപ്രകാരം കേരളത്തിലെത്തിയ മലയാളികളായ CID ദാസനും വിജയനും ഒരു കൊടുംഭീകരനെ വധിച്ചു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. മുണ്ട എന്ന ഇയാളെ പോലീസ് വലവീശി വരികയായിരുന്നു. വളരെ ലാഘവത്തോടെയായിരുന്നു CIDമാരുടെ നീക്കം. മുഖ്യമന്ത്രി CID ദാസനെയും വിജയനെയും അനുമോദിച്ചു. ബംഗ്ലാവ് ബോംബ് വച്ച് തകർക്കാനെത്തിയതായിരുന്നു ഭീകരൻ മുണ്ട. ആർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് CID ദാസനും വിജയനും ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. ഇവർക്ക് ഉചിതമായ സ്വീകരണം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തമിഴ്നാട്ടിൽ നിന്നും വന്ന CIDകളാണെങ്കിലും ഇവർ മലയാളികളാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു. ഇത്തരം കൃത്യങ്ങളിൽ നമ്മുടെ യുവാക്കൾ ധൈര്യപൂർവ്വം പങ്കുചേരാൻ മുന്നോട്ട് വരണമെന്ന് ആഭ്യന്തരമന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തെ നശിപ്പിക്കാനുള്ള ദുഷ്ടശക്തികളെ കരുതിയിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ഭയങ്കരന്മാരെ കൊല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. എന്റെ നീക്കങ്ങളെല്ലാം അവരറിഞ്ഞിരിക്കുന്നു. പട്ടേലിന്റെ ചരക്ക് ബോട്ട് ഇന്നാണ് എത്തുന്നത്. ബോട്ടിന്റെ റൂട്ടൊക്കെ ക്ലിയറാണ്. ഒരു പോറലുമേൽക്കാതെ ചരക്കിന്നിവിടെ എത്തണം. CIDകളെ മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മറ്റാരും പ്രശ്നമില്ല. ബി കെയർഫുൾ. ആര് സിഗ്നൽ കൊടുത്താലും ബോട്ട് അവർ നിർത്തില്ല. ചരക്കിന്ന് തന്നെ കൈമാറാനുള്ളതാണ്. 100 കോടിയുടെ ചരക്കാണെന്ന് എല്ലാവരും ഓർക്കുന്നത് നന്ന്. ഹായ്, എത്ര മനോഹരമായ കടൽപ്പുറം! എന്തൊരു ശാന്തത! ആളും മനുഷ്യനുമില്ലാത്ത ഈ സ്ഥലം എനിക്ക് പേടിയാകുന്നു ദാസ. പേടി നിന്റെ കൂടപ്പറപ്പാണ് വിജയ. അത് നിന്നെ വിട്ടുമാറില്ല. അതെല്ലാം പോട്ടു വിജയ. ആ ബോട്ടുമായി ചെന്ന് നമുക്ക് ചൂണ്ടയിട്ടാലോ? ഞാനില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. അയ്യോ, ജോലിയോ? എന്ത് ജോലി? ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ കുത്തിയിരിക്കുക, അത് തന്നെ ജോലി. എങ്കിൽ നീ അവിടെ കുത്തിയിരുന്നോ? അവന്റെ ചള്ള വയറ് നിറച്ച് പിന്നെ മീൻ തീറ്റിച്ചിട്ടേ ഉള്ളു കാര്യം. അയ്യോ, കളിക്കല്ലേ മോനെടാ. അയ്യോ, എന്നോടാ നിന്റെ കളി? അയ്യോ, 1 2 3 4 5. ഇന്നത്തേക്ക് ഇത്രയും മതി. പാവൊരുത്തൻ ആ പാറയുടെ മുകളിൽ കുത്തിയിരിക്കുക. പേടിച്ച് ചത്തിട്ടുണ്ടാവോ? ആർക്കറിയാം. തന്നാനെ കണ്ണാണ് നാശം. ബോട്ടിന്റെ ഡീസൽ തീർന്നു. ഇനി എങ്ങനെ പോകുവൻ ഈശ്വര? ആ വിജയന്റെ ബ്രാക്കായത്. ഈശ്വര, രക്ഷിച്ചു. ഏതോ മീൻപിടുത്തക്കാരാണെന്ന് തോന്നുന്നു. എങ്ങനെയാണേലും അക്കരെ എത്തിയാ മതി. ഹെൽപ്പ്, ഹെൽപ്പ്! ഡീസൽ തീർന്നു പോയതാണ്. അല്പം ഡീസൽ തന്നെ സഹായിക്കുമോ പ്ലീസ്? ഇവനെനിക്ക് മുന്നേ കണ്ടു എന്റെ പരിചയം. ഓ മൈ ഗോഡ്, CID ദാസൻ. ഇനിയിപ്പോ നമ്മളെന്ത് ചെയ്യും? നമ്മൾ വരുന്നത് ഇവരറിഞ്ഞിരിക്കുന്നു. ബോട്ട് നിർത്താതെ സ്പീഡിൽ വിടൂ. അയ്യോ, അവര് പോയോ? ഇനി നോക്കി നിന്നിട്ട് ഒരു രക്ഷയില്ല. രക്ഷപ്പെടാനുള്ള മാർഗം ഇതൊന്നേ ഉള്ളൂ.
ഇതിലെന്തോ പന്തികളുണ്ട്. അവരെന്തോ കടത്തുകയാണ്. അവൻ നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ബോസ്, CID വിജയൻ ഇവിടെ നമ്മുടെ ബോട്ട് വരുന്നത് കാത്തിരിക്കുകയാണ്. നമ്മുടെ പദ്ധതികളെല്ലാം അവരറിഞ്ഞിരിക്കുന്നു സർ. എന്തു തന്നെ വന്നാലും ഇങ്ങോട്ട് ഓടി വരരുത്. വേറെ എങ്ങോട്ടെങ്കിലും ഓടിക്കോ. എത്ര നേരമായി അവൻ പോയിട്ട്? ഒരു ബോട്ട് വരുന്നുണ്ട്, ചോദിച്ചു നോക്കാം. കപ്പിത്താനെ, കപ്പലൊന്ന് നിർത്ത്. അതാ മറ്റേ CID നമ്മളെ പിടിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. അയ്യോ, ഇനി രക്ഷയില്ല. ചാടിക്കോ, ചാടിക്കോ. ഒന്ന് ചോദിച്ചോണ്ട്. നിക്കടാ അവിടെ, നിക്ക. ഒന്ന് ചോദിച്ചോണ്ട്. അവൻ രക്ഷപ്പെട്ടു. ഇനി ദാസൻ എവിടെയാണാവോ? എത്ര നേരമായി അവൻ പോയിട്ട്. വിജയ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ദാസാ, ഞാൻ അങ്ങോട്ട് വരാം. വിജയ, ഇത് നിറയെ മയക്കുമരുന്നുകളാ. ഇത് ആരുടെയാണെന്നറിയില്ല. ഒരാളെയെങ്കിലും പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കറിയായിരുന്നല്ലേ വിജയ? ശരിയാ, നമുക്കിത് പോലീസിൽ വിവരം കൊടുക്കാം. എന്നാൽ വിളി മോനെ ദിനേശ. ഹലോ, CID ദാസൻ ഹിയർ. നിനക്കെന്നെ മനസ്സിലായി കാണില്ല. ഞാൻ പുലികേശി. പുലിയായാലും പുളിശ്ശേരിയായാലും ഞാനിപ്പോ എന്ത് വേണം? എനിക്ക് നിന്റെ തല വേണം. ഉരുട്ടി കളിക്കാനാ. അയ്യോ, അതെനിക്ക് ആവശ്യമുണ്ടല്ലോ. പകരം വിജയന്റെ തല മതിയോ? വേണ്ട. രണ്ടുപേരുടെയും തല 24 മണിക്കൂറിനുള്ളിൽ എന്റെ മേശപ്പുറത്തെത്തും. നീ മാത്രം നിശ്ചയിച്ചാൽ പോരാ. കാരണം തലകൾ ഇപ്പോഴും ഞങ്ങളുടെ അടുത്താണ്. നീ കരുതിയിരുന്നോ നിങ്ങൾ ജീവനോടെ ഇവിടെ നിന്നും പോവില്ല? എങ്കിൽ നീയൊന്ന് മനസ്സിലാക്കിക്കോ, ഞങ്ങൾക്ക് നിന്നെ ജീവനോടെ വേണം. കളി ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളു മോനെ ദിനേശ. ഇപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഒന്നും വേണ്ടാന്ന്. ഇപ്പൊ എന്തായി? തലയില്ലാത്ത എന്നെപ്പറ്റി ചിന്തിക്കാനേ വയ്യ. നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ വിജയ. നമുക്കിവിടുന്ന് ഉടനെ സ്ഥലം വിട്ടാലോ ദാസ? അത് ഒരിക്കലും വേണ്ട. കാരണം പുലികേശി നമ്മളെ ഭീരുക്കളായി കണക്കാക്കും. അമ്മോ, ഈ CID പണി ഏത് നേരത്താണാവോ കിട്ടിയത്? നമുക്ക് ആ പഴയ പ്യൂണിന്റെ പണി തന്നെ മതിയായിരുന്നു. നീ വെറുതെ അതും ഇതും പറയാതെ ഇനി രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കു വിജയ.
ഒരു ഐഡിയ. പുലികേശി ഇവിടുത്തെ താവളം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിന്ന് അല്പം മാറി നിൽക്കാം. യെസ്, യു ആർ റൈറ്റ്. വേറെ താവളത്തിലേക്ക് മാറാം. ഗുഡ് ഐഡിയ. എന്റെ ബുദ്ധി നീ ഇപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ ദാസ. വരട്ടെ, നോക്കാം. എത്ര ശാന്തസുന്ദരമായ ഒഴിഞ്ഞ വീട്. പുലികേശി ഒരിക്കലും നമ്മളെ തിരിച്ചറിയില്ല. സമാധാനമായി. ദാസ, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളെ സഹായിക്കാൻ ഒരാളെ നിർത്തിയിട്ടുണ്ടെന്നാണല്ലോ SP പറഞ്ഞത്. പക്ഷേ ഇവിടെ ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? അതാ നമ്മളെ കണ്ടിട്ട് ഒരു കള്ളൻ ഓടുന്നു. കള്ളൻ ഇടിക്കാവനെ. വിജയ, ഒന്ന് ഓടിച്ചു പിടിയിടാൻ ചെയ്യാം. കള്ള, നിനക്ക് ഞാൻ വിജയ, നീ ഒന്ന് ഓട, ഒന്ന് പിടിക്കാവനെ. നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്ക. എനിക്ക് പറ്റുന്നില്ല. ഓടാ, നിക്കടാ അവിടെ. എടാ, ഓടരുത്, നിന്നെ ഞാൻ പിടിച്ചിരിക്കും. അയ്യോ, ഇത് നമ്മുടെ ഗഫൂർക്ക അല്ലേ? ഓ ഗഫൂർക്ക. അതെ ഭയമാരെ, ഗഫൂർക്ക തന്നെ. നമ്മൾ നിങ്ങളെ കണ്ടിട്ട് ഓടിയതാ. അത് ശരി, ഞങ്ങൾ നിങ്ങളെ തേടി നടക്കുകയായിരുന്നു. അല്ല, എന്തിന്? തല്ലിക്കൊല്ലാൻ. ആളുകളെ ഇപ്പോഴും ദുബായ് കടപ്പുറത്തെത്തിച്ച് മുങ്ങുന്ന ആളല്ലേ നീ? അതുകൊണ്ടെന്താ, പഠിച്ചവങ്ങളെ രണ്ടാളെയും രക്ഷപ്പെടുത്തിയില്ലേ? മക്കളെ കെട്ടിക്കാൻ വേറെ വഴിയില്ല, എനിക്ക് ചെയ്തു പോയതാ മക്കളെ. അതിരിക്കട്ടെ, ഇപ്പോ ആരെ പറ്റിക്കാനാ പരിപാടി? ആരെയും നമ്മൾ പറ്റിക്കൂല. അതിന് മാത്രം ഞമ്മക്കിപ്പം കിട്ടി. പഠിച്ചോ സഹായിച്ചിട്ട് ഇപ്പം ഞമ്മക്ക് വെപ്പ് പണിയാ. വെപ്പ് പണിയോ? ഇപ്പോഴും നീ വെപ്പ് പണി മാറ്റിയിട്ടില്ലല്ലേ? അതല്ലാന്ന്, പണ്ടാരിപ്പണി SP ഏർപ്പാടാക്കി തന്നതാ. ജയിലിൽ നിന്ന് മൂപ്പർക്ക് നമ്മളെ വെപ്പ് നന്നായിട്ട് ഇഷ്ടായിണ്ട്. ഇവിടെ 2 CIDമാര് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അയച്ചതാ. അത് ഞങ്ങളാണ്. നിങ്ങളോ? ആ CIDമാർ ഞങ്ങൾ തന്നെ. നിങ്ങൾ ഞങ്ങൾക്കാണ് വെക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ശരിക്കും രക്ഷപ്പെട്ടല്ലേ? നന്നായി. നമ്മൾ ദുബായിക്ക് അയച്ചവരിൽ 2 പേരെങ്കിലും രക്ഷപ്പെട്ടല്ലേ? അത് മതി. അൽഹംദുലില്ലാ. ആ നല്ല അസല് കോഴിക്കോടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വരി. അപ്പൊ നമ്മൾ പോട്ടെ. ഇനി ഒന്നും വേണ്ടല്ലോ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ നീ ഇത്ര ആലോചിക്കുന്നത് ദാസ? അല്ല, നമ്മളെപ്പറ്റി പോലീസിന് ഇപ്പോ നല്ല അഭിപ്രായമാവില്ല. അതെന്താ അങ്ങനെ തോന്നാൻ? പുലികേശിയെ പേടിച്ച് നമ്മൾ ഇങ്ങോട്ട് ഓടിപ്പോന്നതാണെന്ന് തോന്നിക്കാണും. അതുകൊണ്ട് നമ്മുടെ തല ഇപ്പോഴും നമ്മുടെ കഴുത്തിലുണ്ടല്ലോ, അതുപോരെ? എടാ വിജയ, നീ ഒരിക്കലും നന്നാവില്ല. ഉണ്ണുന്ന ചോറിന് കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കണം. എന്നാ നീ വിളിയടാ പുലികേശിയെ. എന്നിട്ട് നമ്മൾ ഇവിടെ ഉണ്ടെന്ന കാര്യം നീ പറ. അല്ല പിന്നെ ഞാൻ വിളിക്കൂടാ. എന്നാ വിളി. ഹലോ, SP അല്ലേ?
ഇത് CID ദാസൻ. ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. പുലികേശിയെ പേടിച്ചിട്ടൊന്നുമല്ല ഇങ്ങോട്ട് പോന്നത്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. നാളെ ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെയുള്ള വനമൊന്ന് പരിശോധിക്കണം. അതിന് ഞങ്ങൾക്കൊരു ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്ത് തരണം. അതുകൊണ്ടല്ല, പുലികേശി ചില്ലറക്കാരനല്ല. നിങ്ങൾ വലിയ അപകടത്തിൽ ചെന്നുവിടും. മിസ്റ്റർ SP, CIDകൾക്ക് പോലീസിന്റെ സഹായം മാത്രം മതി, ഉപദേശം വേണ്ട. ഞങ്ങളുടെ അന്വേഷണത്തിൽ തലയിടാൻ ആരെയും അനുവദിക്കില്ല. ഓക്കെ മിസ്റ്റർ ദാസ്, ഞങ്ങൾ നാളെ ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്ത് തരാം. എന്തിനാ ഹെലികോപ്റ്റർ? അതിന്റെ മുകളിൽ നിന്ന് വീഴാനാണോ? അതോ? എന്റെ വിജയ, നിന്റെ നാക്കൊന്ന് വളയ്ക്കാതിരി. ഇനി ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നീ എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് ചെയ്തോ. CIDകളെ പേടിച്ച് ഈ വനത്തിനുള്ളിൽ നമുക്ക് എത്ര നാൾ ഒളിച്ചിരിക്കാൻ സാധിക്കും? ഉടനെ നമ്മുടെ താവളത്തിലേക്ക് തിരിച്ചു പോണം. അല്ല ബോസ്, അവിടെയും ഈ CIDകൾ നമ്മളെ അപായപ്പെടുത്തിയാൽ? നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് കടത്തണം. അതുമാത്രമല്ല, ആ CIDകളെ എത്രയും പെട്ടെന്ന് യമലോകത്തേക്ക് അയക്കണം. എല്ലാവരോടും വനത്തിൽ ജാഗ്രത പാലിക്കാൻ പറയുക. യെസ് ബോസ്.